ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ കുറച്ച് ചീരയും പയറും ഒക്കെ ആയിട്ട് ബഹിരാകാശത്തോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ കൃഷി മുഴുവൻ ബഹിരാകാശത്താണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ബഹിരാകാശം തൊടാൻ ഇന്ത്യയിൽ നിന്ന് ജീവൻ. രണ്ടിനം സസ്യങ്ങളും ഒരു സംഘം ബാക്ടീരിയയുമാണ് 30-ന് വിക്ഷേപിക്കുന്ന സ്പെഡാക്സ് ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. അപ്പൊ നമ്മുടെ ഈ നോട്ട് തയ്യാറാക്കുന്നത് വരെയും സ്പെഡാക്സ് ദൗത്യം പോയില്ലായിരുന്നു. അപ്പൊ ഇപ്പോൾ അത് വിജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ സ്പെഡാക്സ് ദൗത്യം വിജയകരമായിരിക്കുന്നു. 8 വൻപയർ വിത്തുകളും ഒരു പാലക് ചീരയുമാണ് ആ 2 സസ്യവർഗ്ഗങ്ങൾ. എന്താണ്? 8 വൻപയർ വിത്തുകളും ഒരു പാലക് ചീരയും. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് ക്രോപ്സ് എന്ന പേലോഡാണ് ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് ഗുരുത്വാകർഷണം തീരെ കുറവായ പരിസ്ഥിതിയിൽ വിത്ത് മുളയ്ക്കുമോ എന്ന് പഠിക്കുക. അപ്പോൾ ഇതാണ് ഗുരുത്വാകർഷണം തീരെ കുറവായ പരിസ്ഥിതിയിൽ നമ്മുടെ വിത്ത് മുളയ്ക്കുമോ എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പയർ വിത്തും പാലക് ചീരയും ഒക്കെ കയറ്റിവിടുന്നത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വികസിപ്പിച്ച കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ. എന്താണ്? കോമ്പാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്രോപ്സ് എന്ന പേലോഡാണ് ഭൗമാന്തരീക്ഷത്തിന് പുറത്ത് ഗുരുത്വാകർഷണം തീരെ കുറവായ പരിസ്ഥിതിയിൽ വിത്ത് മുളയ്ക്കുമോ എന്ന് പഠിക്കുക. അമിറ്റി പ്ലാൻ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസ് അല്ലെങ്കിൽ അപ്പെംസ്. എന്താണ്? അമിറ്റി പ്ലാന്റ് എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ഇൻ സ്പേസ് അല്ലെങ്കിൽ അപ്പെംസ് എന്ന പേലോഡിൽ പാലക് ചീര ബഹിരാകാശത്ത് അയക്കുന്നത് അമിറ്റി സർവകലാശാല ഗവേഷകരാണ്. അപ്പോൾ അമിറ്റി സർവകലാശാല എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. അപ്പോൾ പാലക് ചീര ബഹിരാകാശത്തോട്ട് വിടുന്നത് നമ്മുടെ അമിറ്റി സർവകലാശാല ഗവേഷകരാണ്. മനുഷ്യന്റെ കുടലിൽ കാണപ്പെടുന്ന ബാക്ടീരിയോഡ് തെറ്റയോട്ടോ മൈക്രോൺ ബാക്ടീരിയയാണ് ബാംഗ്ലൂരിലെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഗവേഷകർ തയ്യാറാക്കിയ RVSat-1 പേലോഡിൽ ബഹിരാകാശത്ത് എത്തുക. എന്താണ്? മനുഷ്യന്റെ കുടലിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് ബാക്ടീരിയോയിഡ്സ് തെറ്റയോട്ടോ മൈക്രോൺ. എന്താണ്? ബാക്ടീരിയോയിഡ്സ് തെറ്റയോട്ടോ മൈക്രോൺ. ഈ ബാക്ടീരിയയാണ് ബാംഗ്ലൂരിലെ RV കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ ഗവേഷകർ തയ്യാറാക്കിയ RVSat. അപ്പൊ ഏതൊക്കെയാണ് പേലോഡുകൾ? ഒന്ന് പറഞ്ഞത് അപ്പെംസ് ആണ്. ഇപ്പോൾ പറഞ്ഞത് RVSat ആണ്. RVSat-1 പേലോഡിൽ ബഹിരാകാശത്ത് എത്തുക. അപ്പൊ പോകുന്ന ബാക്ടീരിയ ഏതാണ്? ബാക്ടീരിയോയിഡ്സ് തെറ്റയോട്ടോ മൈക്രോൺ. നമ്മുടെ മനുഷ്യന്റെ കുടലിൽ കാണപ്പെടുന്ന ഒരു തരം ബാക്ടീരിയയാണിത്. PSLV C60 സ്പെഡാക്സ് ദൗത്യം പരമ്പരയിലെ 4ാമത്തെ പോയം ദൗത്യമാണ് പോയം 4. ഈ പോയം 4 ദൗത്യത്തിൽ മൊത്തം 24 പേലോഡുകളുണ്ട്. അപ്പോൾ പോയം 4 ദൗത്യത്തിലെ പേലോഡുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 24 ആണ്. മൊത്തം 24 പേലോഡുകളാണ് നമ്മുടെ PSLV C60 സ്പെഡാക്സ് ദൗത്യ പരമ്പരയിലെ 4ാമത്തെ ദൗത്യമായ പോയം 4-ൽ ഉള്ളത്. ബാൾഡ് ഈഗിൾ ഇനി ദേശീയ പക്ഷി. ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ബാൾഡ് ഈഗിൾ ഇനി ദേശീയ പക്ഷി. 2.5 നൂറ്റാണ്ടായി അമേരിക്കൻ ദേശീയ മുദ്രയെ അലങ്കരിക്കുന്ന വെള്ളത്തലയൻ പരുന്ത് അല്ലെങ്കിൽ ബാൾഡ് ഈഗിളിന് ഒടുക്കം ദേശീയ പക്ഷി എന്ന ബഹുമതി ഔദ്യോഗികമായി ലഭിച്ചു. ഇത് സംബന്ധിച്ച ബിൽ കഴിഞ്ഞയാഴ്ചയാണ് കോൺഗ്രസ് പാസാക്കിയത്. ക്രിസ്മസ് ദിനത്തിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ബില്ലിൽ ഒപ്പുവെച്ചു. 1982 മുതൽ അമേരിക്കയുടെ ദേശീയ മുദ്രയിൽ പരുന്തുണ്ട്. ദേശീയ പക്ഷിയായിട്ടാണ് എല്ലാവരും പരിഗണിച്ചിരുന്നതെങ്കിലും നിയമത്തിലൊന്നും ഇതേക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. അപ്പോൾ എന്താണ്? 1982 മുതൽ തന്നെ അമേരിക്കയുടെ ദേശീയ മുദ്രയിൽ നമ്മുടെ ബാൾഡ് ഈഗിൾ ഉണ്ട്. ദേശീയ പക്ഷിയായി എല്ലാവരും പരിഗണിച്ചിരുന്നെങ്കിലും ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഒരു നിയമത്തിലും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ലായിരുന്നു. അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ ഫ്രാങ്ക്ലിൻ വെള്ളത്തലയൻ പരുന്തിനെ ദേശീയ പക്ഷിയാക്കുന്നതിനെ എതിർത്തിരുന്നതായും പറയുന്നു. അപ്പൊ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ഈ വെള്ളത്തലയൻ പരുന്തിനെ ദേശീയ പക്ഷിയാക്കുന്നതിനെ എതിർത്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. 7 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന ഈ പക്ഷി
ചിറകു വിരിച്ചാൽ 2 മീറ്ററിലേറെ വീതിയുണ്ടാകും. വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയുടെ എണ്ണത്തിൽ അടുത്ത കാലത്ത് വർധനയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്തിടെ അമേരിക്ക ഔദ്യോഗികമായി അവരുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച പക്ഷി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബാൾഡ് ഈഗിൾ ആണ്. ഏതാണ്? ബാൾഡ് ഈഗിൾ. ഇതാണ് ആ ബാൾഡ് ഈഗിൾ. അത് ചിറക് വിരിക്കുന്നത് കണ്ടോ? ഏകദേശം 2 മീറ്ററോളം നീളം അതിന്റെ ചിറക് വിരിച്ചു കഴിഞ്ഞാൽ ആ പക്ഷിക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. വിക്ഷിത് പഞ്ചായത്ത് കർമ്മയോഗി. വിക്ഷിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭത്തിന് തുടക്കം കുറിച്ച് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഫലപ്രദമായ ഭരണത്തിനും പങ്കാളിത്ത ആസൂത്രണത്തിനും ആവശ്യമായ ഉപകരണങ്ങളും അറിവും ഉപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സജ്ജരാക്കിക്കൊണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കാനാണ് വിക്ഷിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം. അപ്പോൾ എന്താണ് നമ്മുടെ വിക്ഷിത് പഞ്ചായത്ത് കർമ്മയോഗി സംരംഭം എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഒക്കെ കൂടുതൽ ഉപകരണങ്ങളും അറിവുമൊക്കെ ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് വിക്ഷിത് പഞ്ചായത്ത് കർമ്മയോഗി. താഴെ തട്ടിലുള്ള ഭരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംരംഭമാണിത്. എന്താണ്? താഴെ തട്ടിലുള്ള ഭരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സംരംഭമാണിത്. പ്രശസ്തൻ ഗാവ് കി ഓർ ക്യാമ്പയിനിന്റെ ഭാഗമാണ് പദ്ധതി. ഏതാണ്? പ്രശസ്തൻ ഗാവ് കി ഓർ ക്യാമ്പയിനിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ശ്യാം ബെനഗൽ അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്യാം ബെനഗൽ അന്തരിച്ചു. ഇന്ത്യൻ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ മുഖമായിട്ടാണ് ശ്യാം ബെനഗൽ അറിയപ്പെടുന്നത്. 1934 ഹൈദരാബാദിലാണ് അദ്ദേഹം ജനിച്ചത്. 1974 റിലീസ് ചെയ്ത അൻകൂറിലൂടെയാണ് ആദ്യമായി സംവിധായകനാകുന്നത്. അപ്പൊ നമ്മുടെ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയാണ് അങ്കൂർ. ഏതാണ്? അങ്കൂർ. ചിത്രത്തിന് 2ാമത്തെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ചിത്രത്തിന് 2ാമത്തെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. 3ാമത്തെ ചിത്രമായ നിശാന്ത് കാൻ ചലച്ചിത്രമേളയിൽ പാം ഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത 3ാമത്തെ ചിത്രമാണ് നിശാന്ത്. ഇത് കാൻ ചലച്ചിത്രമേളയിലെ പാം ഡിയോറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ചിത്രമാണ്. അങ്കൂർ, മന്ഥൻ, മാണ്ഡി, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ദ ഫോർഗറ്റബിൾ ഹീറോ, സുബൈദ, വെൽഡൺ അബ്ബ, സർദാരി ബീഗം തുടങ്ങിയവയാണ് ശ്യാം ബെനഗലിന്റെ പ്രധാന സിനിമകൾ. 2023 പുറത്തിറങ്ങിയ മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ എന്ന ജീവചരിത്രമാണ് ഏറ്റവും പുതിയ ചിത്രം. അപ്പോൾ നമ്മുടെ ശ്യാം ബെനഗലിന്റെ ഏറ്റവും പുതിയ ചിത്രം, അതായത് അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. ഇതൊരു ജീവചരിത്രമാണ്. മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. ഭാരത് ഏക് ഖോജ്, സംവിധാൻ എന്നിവയുൾപ്പെടെ ഡോക്യുമെന്ററികൾ, ടെലിവിഷൻ പരമ്പരകൾ എന്നിവയെല്ലാം നിർമ്മിച്ച വ്യക്തി കൂടിയാണ് ശ്യാം ബെനഗൽ. 18 ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച വ്യക്തിയാണ്. എത്ര ദേശീയ പുരസ്കാരം? 18 ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരം നേടിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 2005 സിനിമയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായി. അപ്പോൾ ശ്യാം ബെനഗലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത് 2005 2005 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതാര് എന്നൊരു ചോദ്യം വന്നാൽ 2005 കറണ്ട് അഫേഴ്സ് ആണോ എന്ന് ആലോചിച്ച് തല പുകയ്ക്കരുത്. അത് നമ്മുടെ ശ്യാം ബെനഗലാണ്. ശ്യാം ബെനഗൽ അന്തരിച്ചത് കൊണ്ട് മാത്രമാണ് 2005 ഫാൽക്കെ പുരസ്കാരം ചോദിക്കുന്നത് എന്നുകൂടി ഓർക്കുക. അപ്പോൾ 2005 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തിയാണ് ശ്യാം ബെനഗൽ. 1976 പത്മശ്രീയും 1991 പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. അപ്പോൾ പത്മശ്രീയും പത്മഭൂഷണും ലഭിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് 1976 പത്മശ്രീ ലഭിക്കുന്നത്. 1991 പത്മഭൂഷൺ ലഭിക്കുന്നത്. 2005 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. NPS വാത്സല്യ പദ്ധതി മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും അവരുടെ കുട്ടികൾക്കായുള്ള ഒരു ദേശീയ പെൻഷൻ സ്കീമാണ് NPS വാത്സല്യ പദ്ധതി. അപ്പോൾ മാതാപിതാക്കൾക്കും രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികൾക്കുമായിട്ടുള്ള ഒരു ദേശീയ പെൻഷൻ സ്കീമാണ്
NPS വാത്സല്യ. 2024 ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതിയാണ്. ഈ പദ്ധതി ആരംഭിച്ചത് 2024 സെപ്റ്റംബർ 18-നാണ്. 2024 സെപ്റ്റംബർ 18-ന്. അപ്പൊ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ 2024 നമ്മൾ പഠിച്ച കാര്യങ്ങൾ റീവൈൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകൾ നമുക്കൊരു റിവിഷനും കൂടെ വെച്ച് പോകാം. അതായത് 2024 കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടെ കോർത്തിണക്കി ഒരു റിവിഷനും കൂടെ എല്ലാ ക്ലാസ്സിലും നമുക്ക് ആഡ് ചെയ്ത് പോകാം. മറ്റു ചില ആനുകാലിക വാർത്തകൾ. 2005 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. 2025 വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യ. 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സ് വേദി. എന്താണ്? 2024 സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദി കോഴിക്കോടാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവമല്ല, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരത്താണ്. ഇത് സംസ്ഥാന സ്കൂൾ സ്പെഷ്യൽ ഒളിമ്പിക്സിന്റെ വേദിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കോഴിക്കോടാണ്. 2018 നടന്നത് തിരുവനന്തപുരത്തായിരുന്നു. US-ന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ ഇന്ത്യൻ വംശജനാര്? US-ന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ ഇന്ത്യൻ വംശജനാണ് ശ്രീറാം കൃഷ്ണൻ. ആരാണ്? ശ്രീറാം കൃഷ്ണൻ. ശ്രീറാം കൃഷ്ണനാണ് US-ന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപദേഷ്ടാവായ ഇന്ത്യൻ വംശജൻ. വാൾ സ്ട്രീറ്റ് ജേർണൽ 2025 ഏറ്റവും മികച്ച ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മധ്യപ്രദേശാണ്. വാൾ സ്ട്രീറ്റ് ജേർണൽ 2025 ഏറ്റവും മികച്ച ആഗോള ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചത് മധ്യപ്രദേശ്. ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനിയാണ് നമ്മുടെ എയർടെൽ. ജമ്മു കാശ്മീർ അതിർത്തി ഗ്രാമങ്ങളിൽ മൊബൈൽ സേവനങ്ങൾ നൽകുന്ന ആദ്യ സ്വകാര്യ ടെലികോം കമ്പനി എയർടെൽ. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യൻ. ഓർക്കുക, 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യൻ. അപ്പൊ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ മാറിയിട്ടുണ്ട്. 9ാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യനാണ്. പ്രിയങ്ക് കനുങ്കോ, ഡോക്ടർ ജസ്റ്റിസ് വിദ്യുത് രഞ്ജൻ സാരംഗി എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായി നിയമിച്ചു. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ. ഫൈനലിൽ ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വേദി കോലാലംപൂർ ആണ്, മലേഷ്യയിലെ കോലാലംപൂർ. അപ്പൊ പ്രഥമ അണ്ടർ-19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ കോലാലംപൂർ ആണ്. വിജയി ഇന്ത്യയാണ്, ബംഗ്ലാദേശിനെയാണ് പരാജയപ്പെടുത്തിയത്. 2024 ഡിസംബർ ബൂറുലി അൾസർ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഓസ്ട്രേലിയയിലാണ്. എന്താണ്? 2024 ഡിസംബറിൽ ബൂറുലി അൾസർ രോഗാവസ്ഥ റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഓസ്ട്രേലിയ. ഗാർഹിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകൾക്ക് നിയമസഹായവും സൗജന്യ കൗൺസിലിംഗും ഏർപ്പെടുത്തുന്ന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള പദ്ധതിയാണ് കാതോർത്ത്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി തുറന്നത് എവിടെ? ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി തുറന്നത് കാര്യാട്ടുകര, തൃശൂർ ജില്ലയിലെ കാര്യാട്ടുകരയിലാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സംസ്ഥാനത്തെ ആദ്യത്തെ കളിപ്പാട്ട ലൈബ്രറി തുറന്നത്. ദി അസോസിയേഷൻ ഫോർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അഡൽട്സ് അല്ലെങ്കിൽ AMHA കീഴിലാണ് ഈ ലൈബ്രറി തുറന്നത്. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. 2024 ദേശീയ ഉപഭോക്തൃ ദിന പ്രമേയം എന്താണ്?
വെർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. എന്താണ്? വെർച്വൽ ഹിയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ് എന്നതാണ് 2024 ദേശീയ ഉപഭോക്തൃ ദിന പ്രമേയം. ഡിജിറ്റൽ വിപണിയിലെ അന്യായമായ നടപടികളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച 3 ആപ്ലിക്കേഷനുകൾ. കേന്ദ്ര സർക്കാർ ആരംഭിച്ച 3 ആപ്ലിക്കേഷനുകളാണ് ജാഗോ ഗ്രഹക് ജാഗോ ആപ്പ്, ജാഗൃതി ആപ്പ്, ജാഗൃതി ഡാഷ്ബോർഡ്. ഏതൊക്കെയാണ്? ജാഗോ ഗ്രഹക് ജാഗോ ആപ്പ്, ജാഗോ ഗ്രഹക് ജാഗോ ആപ്പ്, ജാഗൃതി ആപ്പ്, ജാഗൃതി ഡാഷ്ബോർഡ്. കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ വരുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ നിലവിൽ വരുന്നത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലാണ്. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് KK ഷാജു. പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് KK ഷാജു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്